കേരള ഹയർ സെക്കൻഡറി +2 പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ യുഎയിലെ വിദ്യാർത്ഥികൾക്ക് യുദ്ധം തിരിച്ചടിയായി. 20%-ലധികം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു. അതേസമയം അബുദാബി മോഡൽ സ്കൂളും ഷാർജ നിംസ് സ്കൂളും 100% വിജയം സ്വന്തമാക്കി. അബുദാബി മോഡൽ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ 1200-ൽ 1200 മാർക്കും നേടി. ഗൾഫിൽ യുദ്ധം പരീക്ഷ മുടക്കിയതിനാൽ വിദ്യാർത്ഥികളുടെ 1ാം വർഷത്തെ മാർക്കും 2ാം വർഷത്തെ പ്രാക്ടിക്കൽ ഇന്റേണൽ മാർക്കുമാണ് മൂല്യനിർണ്ണയത്തിന് പരിഗണിച്ചത്. 1ാം വർഷത്തിൽ മാർക്ക് കുറഞ്ഞ വിഷയങ്ങളിൽ 2ാം വർഷത്തെ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങി വിജയിക്കാമെന്ന് കരുതിയവർക്കാണ് യുദ്ധം വിനയായത്. ഇത്തവണ റിസൾട്ട് വന്നപ്പോൾ 20%-ലധികം വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടത്. 587 റെഗുലർ വിദ്യാർത്ഥികളും 5 പ്രൈവറ്റ് കമ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളുമടക്കം ആകെ 592 പേരാണ് 7 സ്കൂളുകളിൽ നിന്നായി ഇത്തവണ യുഎയിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 123 പേരും പരാജയപ്പെട്ടു. യുഎയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം കൊയ്തത് അബുദാബി ദ മോഡൽ സ്കൂളാണ്. രജിസ്റ്റർ ചെയ്ത 105 വിദ്യാർത്ഥികളും വിജയിച്ച് സ്കൂൾ 100% വിജയം സ്വന്തമാക്കി. ഇതിൽ 70 പേരും എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ കരസ്ഥമാക്കി. ചരിത്ര നേട്ടവുമായി സ്കൂളിലെ 3 വിദ്യാർത്ഥികളാണ് 1200-ൽ 1200 മാർക്കും നേടി റെക്കോർഡിട്ടത്. ഷാർജ നിംസ് സ്കൂളിലും 100% വിജയം. 55 പേരും വിജയിച്ചപ്പോൾ 14 പേർ ഫുൾ A+ സ്വന്തമാക്കി. ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിൽ 58 പേർ വിജയിച്ചു. 62 പേർ പരാജയപ്പെട്ടു. 5 പേർ ഫുൾ A+ സ്വന്തമാക്കി. നിംസ് ദുബായിൽ 98 പേർ വിജയിച്ചു. 9 പേർ പരാജയപ്പെട്ടു. 15 ഫുൾ A+. ഇന്ത്യൻ സ്കൂൾ റാസൽ ഖൈമയിൽ 44 പേർ വിജയിച്ചു. 31 പേർ പരാജയപ്പെട്ടു. 3 പേർക്ക് ഫുൾ A+. ഇന്ത്യൻ സ്കൂൾ ഫുജൈറയിൽ 65 പേർ വിജയിച്ചു. 6 പേർ പരാജയപ്പെട്ടു. 15 പേർക്ക് ഫുൾ A+. 2 വിദ്യാർത്ഥികൾ 1200-ൽ 1196-ഉം 1194 മാർക്ക് സ്വന്തമാക്കി. ഇംഗ്ലീഷ് സ്കൂൾ ഉമ്മൽ ഖുവൈനിൽ 39 പേർ വിജയിച്ചു. 14 പേർ പരാജയപ്പെട്ടു. 7 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. ഉപരിപഠനത്തിന് യോഗ്യത നേടാത്തവർക്ക് ജൂണിൽ നടക്കുന്ന സേ പരീക്ഷ എഴുതാം. മാർക്ക് കുറഞ്ഞവർക്ക് ഇംപ്രൂവ്മെന്റ് എഴുതാം. ജൂലൈയിൽ പരീക്ഷയുടെ റിസൾട്ട് വരും. അതുകൊണ്ട് തന്നെ വർഷം നഷ്ടപ്പെടില്ല. ഗൾഫിലെ കുട്ടികൾക്ക് സേ പരീക്ഷയും ഇംപ്രൂവ്മെന്റ് പരീക്ഷയും ആദ്യ ചാൻസായി പരിഗണിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പുറത്തുവന്ന റിസൾട്ടിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പരിഗണിച്ചിരുന്നെങ്കിൽ വിജയശതമാനം വർദ്ധിക്കുമായിരുന്നുവെന്നാണ് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രതികരണം. മീഡിയ 1 ദുബായ്.